ഹായ് നമസ്കാരം. വോയിസ് ഓഫ് മുജീബിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സൂപ്പർ 8-ൽ നാളെ ആവേശകരമായ മത്സരം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇരു ടീമുകളും ഗ്രൂപ്പ് തലത്തിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് സൂപ്പർ 8-ൽ എത്തിയിട്ടുള്ളത്. സൂപ്പർ 8-ലെ ആദ്യ മത്സരത്തിൽ തന്നെ തുടക്കം മുതൽ എതിരാളികൾക്കുമേൽ ആധിപത്യം പുലർത്തി വിജയം കരസ്ഥമാക്കി വരുന്ന മത്സരങ്ങൾക്കുള്ള സമ്മർദ്ദം ഒഴിവാക്കുക എന്നു തന്നെയാണ് ഇരു ടീമുകളും പ്ലാൻ ചെയ്യുന്നത്. സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ നേരിടാനെത്തുന്നത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ തന്നെയാണ്. ഈ ലോകകപ്പിൻ്റെ തന്നെ താരമായി മാറുമെന്ന് പ്രതീക്ഷിച്ച് കളിച്ച 3 മത്സരങ്ങളിലും 0-ന് പുറത്തായ അഭിഷേകിനെ വീണ്ടും എങ്ങനെ പെട്ടെന്ന് പുറത്താക്കാം എന്ന തന്ത്രം തന്നെയാണ് ഇന്നലെയും നെക്സിൽ സൗത്ത് ആഫ്രിക്ക പരീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഓസ്പിന്നിനെ നേരിടാനുള്ള ഇന്ത്യൻ ഇടംകയ്യന്മാരുടെ ദൗർബല്യം മനസ്സിലാക്കിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഇന്നലെ ബാറ്റിങ്ങിനേക്കാൾ കൂടുതൽ ബൗളിംഗ് പരിശീലനത്തിനാണ് സമയം കണ്ടെത്തിയത്. കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം അഭിഷേക് ശർമ്മയെ എതിരാളികൾ കുരുക്കിയ തന്ത്രം അതുതന്നെയായിരുന്നു. 17 ഓവർ ഓസ്പിന്നിനെ നേരിട്ട ഇന്ത്യ നേടിയത് 108 റൺസ് മാത്രമാണ്. ഇന്ത്യക്ക് പിറകിൽ നിൽക്കുന്ന മറ്റ് 2 ടീമുകൾ നേപ്പാളും ഒമാനും മാത്രമാണ് ഓസ്പിന്നിനെതിരെ ഏറ്റവും കുറവ് റൺസ് നേടിയ ടീമുകൾ. അതുകൊണ്ട് തന്നെ ഓസ്പിന്നിൽ ഇന്ത്യയെ കുരുക്കാൻ തന്നെയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്ലാനും എന്നാണ് പരിശീലന സെഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ പരിശീലന ക്യാമ്പിലേക്ക് വരുമ്പോഴും അവസ്ഥ മറ്റൊന്നല്ല. വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ തുടങ്ങിയ സ്പിന്നർമാരെ കൊണ്ട് ഓഫ് സ്പിന്നറിയിപ്പിച്ച് ഏറ്റവും കൂടുതൽ പരിശീലനം നടത്തിയാണ് തിലക് വർമ്മയും അഭിഷേക് ശർമ്മയുമെല്ലാം സമയം ചെലവഴിച്ചത്. അഭിഷേക് ശർമ്മ ക്രോസ് ഷോട്ട് കളിക്കാൻ തുനിഞ്ഞതുകൊണ്ടായിരുന്നു കഴിഞ്ഞ മത്സരത്തിലെല്ലാം പുറത്താകൽ. അതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ബാറ്റിന് വേണ്ടിയാണ് കൂടുതൽ പ്രാക്ടീസ് നടത്തിയത്. നെക്സിൽ കൂടുതൽ പ്രാക്ടീസ് നടത്തിയ മറ്റൊരു താരം സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ സൂപ്പർ 8-ൽ നാളെ പ്ലെയിൻ 11-ൽ തിരിച്ചെത്തും എന്ന് തന്നെയാണ് മിക്ക ആളുകളും പ്രതീക്ഷിക്കുന്നത്. അനിൽ കുംബ്ലെ സഞ്ജു സാംസനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഓസ്പിന്നിനെതിരെ ഒന്നുകൂടി ബെറ്റർ റൈറ്റ് ഹാൻഡ് ബാറ്ററാണ്. അതുകൊണ്ട് തന്നെ അഭിഷേകിനെ മാറ്റി സഞ്ജുവിന് അവസരം നൽകണം, എല്ലാവർക്കും ഒരുപോലെ തുല്യാവസരങ്ങൾ നൽകേണ്ടതുണ്ട് എന്ന് കുംബ്ലെ സഞ്ജുവിന് വേണ്ടി രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ മാനേജ്മെൻറ്റും ഗംഭീറുമെല്ലാം ഏതു തീരുമാനം എടുക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു വിഷയമാണ് തിലക് വർമ്മയുടെ മെല്ലെപ്പോക്ക്. 88 പന്തുകൾ കളിച്ച് 106 റൺസ് മാത്രമാണ് തിലക് വർമ്മക്ക് നേരിടാനായത് ഈ വേൾഡ് കപ്പിൽ. തുടക്കത്തിൽ ഇഷാൻ കിഷൻ്റെ വെടിക്കെട്ടിൽ വരുന്ന ആ സ്കോർ പിന്നീട് ആ റൺ റേറ്റ് നിലനിർത്താൻ മധ്യനിരയിൽ കഴിയുന്നില്ല എന്നതിൻ്റെ പ്രധാന കാരണം തിലക് വർമ്മയുടെ ഈ മെല്ലെപ്പോക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ തിലക് വർമ്മയ്ക്ക് മുന്നേ സൂര്യകുമാർ യാദവ് ക്രീസിലെത്തണം എന്നും ആവശ്യമുയരുന്നുണ്ട്. 1-2 മാറ്റങ്ങൾ എന്തായാലും ഇന്ത്യൻ ടീമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അവസാന മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദരന് അവസരം നൽകിയിരുന്നു. അക്സർ പട്ടേലിനെ മാറ്റി. തീർച്ചയായിട്ടും അക്സർ പട്ടേൽ ഈ സൂപ്പർ 8 മത്സരത്തിൽ തിരിച്ചെത്തും. അതുപോലെ തന്നെ ഹർഷദീപ് സിംഗ് കുൽദീപ് യാദവിന് പകരം വന്നിരുന്നു. സ്പിന്നർമാർക്കാണ് മുൻഗണന നൽകുന്നതെങ്കിൽ വീണ്ടും കുൽദീപ് യാദവിനെ തന്നെ ഹർഷദീപ് സിംഗിന് പകരം കൊണ്ടുവരും. അതല്ല, ഒരു ഫാസ്റ്റ് ബൗളറെയാണ് കളിപ്പിക്കാനുള്ള തീരുമാനമെടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഹർഷദീപ് സിംഗിന് പകരം മുഹമ്മദ് സിറാജിനായിരിക്കും. എന്തായാലും ഇന്ത്യൻ ടീമിൻ്റെ 11-ൽ 1-2 മാറ്റങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. സൗത്ത് ആഫ്രിക്കയുടെ തന്ത്രങ്ങളെ മറികടന്നുകൊണ്ട് ഇന്ത്യൻ ടീമിന് സൂപ്പർ 8-ലെ ആദ്യ മത്സരം വിജയിച്ച് മുന്നേറാൻ സാധ്യമാകുമോ? നമുക്ക് കാത്തിരിക്കാം. പുതിയ ക്രിക്കറ്റ് വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് വീണ്ടും എത്തും. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഗുഡ് ബൈ.